നമ്മുടെ വെഞ്ചുറി മീറ്റർ ഒറിഫൈസ് മീറ്റർ എന്ന എക്സ്പെരിമെൻറ്റിന് ഞാൻ പറഞ്ഞു രണ്ടും കോമൺ ആണ്, ഒരേപോലെയാണ് പ്രൊസീജിയറും ഒരേ കാൽക്കുലേഷനുമാണ്. വ്യത്യാസങ്ങൾ ചെറിയ വ്യത്യാസം ഇവിടെ വരും, ഈ ഒബ്സർവേഷനകത്ത് വരും. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. പിന്നെ ആൻസർ വരുന്ന വാല്യൂ CD എന്ന ആൻസറും ഇച്ചിരി മാറും. ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ ഉണ്ട്. ഇത് ഒബ്സർവേഷൻ ആണെങ്കിലും ടാബുലർ കോളം ആണെങ്കിലും കാൽക്കുലേഷൻ്റെ പാർട്സുകളാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം നോക്കിയ ഒബ്സർവേഷനാണ് ഡയമീറ്റർ ഓഫ് ഇൻലെറ്റ് പൈപ്പ്. ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ പൈപ്പാണ്. പൈപ്പ് പിന്നെ ചുരുങ്ങി ഒരു ചെറിയ ഗ്യാപ്പായി മാറും. അതാണ് ഈ ഡയമീറ്റർ ഓഫ് ത്രോട്ട് എന്ന് കഴിക്കുക. അത് 25 mm ആണ്. അതിനെ മീറ്റേഴ്സിലേക്ക് മാറ്റി 25 × 10⁻³ എമ്മിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്താണ്. അപ്പോൾ യൂണിറ്റ് മീറ്ററിലാണ്. ഡയമീറ്റർ അറ്റ് ത്രോട്ട്, അതായത് പൈപ്പ് ചുരുങ്ങി ഒരു ചെറിയ ഹോള് പോലെ ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് D2. അത് 15 mm ആണ്. 15 mm 15 × 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15 × 10⁻³ മീറ്റേഴ്സിലേക്ക് മാറ്റണം. എല്ലാ കാൽക്കുലേഷനും മീറ്റേഴ്സിലാണ്. അപ്പോൾ മീറ്റേഴ്സിലേക്ക് മാറ്റി. പിന്നെ ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക്. നമ്മൾ ഏത് എക്സ്പെരിമെൻറ്റ് നോക്കിയാലും അതിനകത്തൊരു കളക്ടിങ് ടാങ്ക് ഉണ്ട്. എവിടെ ഒഴിച്ച് ടർബൈൻ ഒഴികെ ബാക്കി എല്ലായിടത്തും കളക്ടിങ് ടാങ്ക് ഉണ്ട്. ശ്രദ്ധിക്കുക, ടർബൈൻ ഒഴികെ ബാക്കി എല്ലായിടത്തും കളക്ടിങ് ടാങ്ക് ഉണ്ട്. സെയിം വെഞ്ചുറി ഒറിഫൈസിൻ്റെ ടാബുലർ കോളമാണിത്. അടുത്തൊന്നുമില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട വാല്യൂസാണ് മാനോമീറ്റർ റീഡിങ്. അത് H1 H2. H1 ഡിഫറൻസ് H2 ആണ്. H1 - H2 അല്ല. മൈനസ് വാല്യൂ കയറ്റി എഴുതല്ലേ. എന്താണോ ഡിഫറൻസ് കിട്ടുന്നത് അത് എഴുതുക. പിന്നെ ടൈം ഫോർ 5 cm റൈസ് ഓഫ് വാട്ടർ. ബാക്കി ടോട്ടൽ ഹെഡ്, ആക്ച്വൽ ഡിസ്ചാർജ്, തിയററ്റിക്കൽ ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, ഇതെല്ലാം ഫോർമുല ഉപയോഗിച്ച് ആൻസറുകളാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് സാധനം മാത്രം മതി. മാനോമീറ്റർ റീഡിങ് H1 H2 സെൻറ്റിമീറ്ററിലാണ്. അതുപോലെ ടൈം ഫോർ 5 cm റൈസ് ഓഫ് വാട്ടർ. ഇത് നല്ല പരിചയമുള്ളവർ തോന്നുന്നില്ലേ? കാരണം ഇത് കഴിഞ്ഞ ഫ്രിക്ഷനുമായിട്ട് ഏകദേശം സാമ്യമുണ്ട്. അല്ല, എവിടെയൊക്കെ നിങ്ങൾ മെർക്കുറി ഉപയോഗിക്കുന്നുണ്ടോ, പൈപ്പ് ഫ്രിക്ഷന്, വെഞ്ചുറി ഒറിഫൈസ്, ഈ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഇതേപോലെ ആയിരിക്കും ടാബുലർ കോളം. കണ്ടോ, കാണാൻ പഠിക്കാനൊക്കെ എളുപ്പമല്ലേ? കുറച്ച് മാറ്റങ്ങളും ഇവിടെ ആക്ച്വലി ഇത് രണ്ടെണ്ണം മാറിയല്ലേ. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആയിരുന്നു ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പൈപ്പ് ഫ്രിക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒറിഫൈസ് ആണെങ്കിലും വെഞ്ചുറി മീറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഒരേ ഒബ്സർവേഷനാണ്. ഈ വാല്യൂ മാത്രം മാറും. ടാബുലർ കോളം ഇതാണ്. ടാബുലർ കോളം വ്യക്തമായിട്ട് പോസ് ചെയ്ത് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ ക്ലിയർ ചെയ്ത്. മാനോമീറ്റർ റീഡിങ് ടൈം ഫോർ 5 cm റൈസ് ഓഫ് വാട്ടർ, ടോട്ടൽ ഹെഡ്, ആക്ച്വൽ ഡിസ്ചാർജ്, തിയററ്റിക്കൽ ഡിസ്ചാർജ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. പിന്നെ ഇത് വായിക്കാനും ആയിരിക്കുമല്ലോ. ഇത് ഒറിഫൈസിൻ്റെയും വെഞ്ചുറി മീറ്ററിൻ്റെയും കാൽക്കുലേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഏരിയ ഓഫ് ഇൻലെറ്റ് പൈപ്പ്. 2 ഡയമീറ്റർ ഉണ്ട്. ഒബ്സർവേഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ 2 ഡയമീറ്റർ ഉണ്ട്. അതിനർത്ഥം 2 ഏരിയ ഉണ്ട്. അപ്പം A1 എന്ന ഏരിയ പൈപ്പ് ഡയമീറ്റർ വെച്ച് കണ്ടുപിടിക്കുക. അത് D1 ആണ്. ഏരിയ ഓഫ് ത്രോട്ട്, ഒബ്സർവേഷൻ ത്രോട്ടിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് A2 കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് രണ്ടും മീറ്റർ സ്ക്വയറിൽ വേണം. ഏരിയ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും മീറ്റർ സ്ക്വയറിലാണ് യൂണിറ്റ്. പിന്നെ ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ H1 - H2 × 10⁻². എന്തുകൊണ്ടാണ് ഇവിടെയാണ് H1 - H2? ഇത് ആൻസർ എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നോട്ടാൽ ഇവിടെ നിന്ന് എഴുതിക്കോ. H1 - H2 അത് സെൻറ്റിമീറ്ററിലാണ്. അതിനെ മീറ്റേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ 10⁻² കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് മാറ്റാൻ വേണ്ടി, അത് മെർക്കുറിയിലുള്ള ഹെഡാണ്, മെർക്കുറിയിൽ നിന്ന് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് മാറ്റാൻ വേണ്ടി 12.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് പൈപ്പ് ഫ്രിക്ഷൻ അപ്പാർട്ട് അല്ല മേജർ ലോസസിനകത്ത് നമ്മൾ സെയിം ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അബ്രീവിയേഷൻ ഇതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. 1, ജസ്റ്റ് 1. അതിന് എഴുതിയിട്ടില്ല അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ആണ്. അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി മൈനസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ, അതായത് 13.6 - 1 ഡിവൈഡ് ബൈ 1 കിട്ടുമ്പോൾ 12.6 കിട്ടും. ഇത് മീറ്റേഴ്സ് വെഞ്ചുറി ഒറിഫൈസിൻ്റെ മൂന്നാമത്തെ ഹെഡ് കാൽക്കുലേഷനെ പറ്റി പറയുമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഇത് മെർക്കുറിയിലായാലും നമ്മൾ ഹെഡ് റീഡിങ് എടുക്കുന്നത് അല്ലേ. മെർക്കുറി റീഡിങ്, അതായത് മെർക്കുറി ഹെഡിനെ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് മാറ്റാൻ വേണ്ടി 12.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലങ്ങ് എഴുതിയാൽ മതി. ഈ 12.6 എങ്ങനെ വന്നാണ് പറഞ്ഞത്. അടുത്തത് ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. ഈ ആക്ച്വൽ ഡിസ്ചാർജ് എല്ലായിടത്തും ഉണ്ട്. പൈപ്പ് ഫ്രിക്ഷൻ, മേജർ ലോസ്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. വെഞ്ചുറി ഒറിഫൈസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 2 പമ്പുകൾ, പിന്നെ ഒരു നോച്ചുണ്ട്, ട്രയാങ്കുലർ നോച്ച്. ഇതിനെല്ലായിടത്തും കോമൺ ആയിട്ട് ഇതാണ്.
ഏത് എക്സ്പെരിമെൻറ്റ് നോക്കിയാലും നമുക്കൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.25 മീറ്റർ സ്ക്വയർ ആണ്. അത് ഒബ്സർവേഷനിലുണ്ട്. അതിന് നമ്മൾ 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ വേണ്ടി 5 സെൻറ്റിമീറ്റർ ആണ്, നമുക്ക് സെൻറ്റിമീറ്ററല്ല മീറ്റേഴ്സിലേക്ക് വേണം. അപ്പോൾ 5 സെൻറ്റിമീറ്ററിലെ മീറ്റേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു -2 ചെയ്യുന്നു. ഡിവൈഡ് ബൈ ടി. ടി എവിടെ നിന്ന് കിട്ടി? ഇവിടെ ടൈം ഫോർ 5 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ, അത് ടി സെക്കൻഡ്സ് ആണ്. ആ ടി സെക്കൻഡ്സ് ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്താൽ ഒരു ആൻസർ കിട്ടും. അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. ഇതിൻ്റെ വാല്യൂ ചിലപ്പോൾ 10⁻⁴ എന്നൊക്കെ പറഞ്ഞു വരും. 5.667 ഇൻറ്റു 10⁻⁴ എന്ന് പറഞ്ഞു വരും. അത് അതുപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി, കൺഫ്യൂഷൻ ആകരുത്. ഒറിഫൈസിൻ്റെയും വെഞ്ചൂരുടെയും 5ാമത്തെ ഫോർമുല അത് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. QTH ആണ് അതിൻ്റെ നോട്ട്. അത് ഏരിയ 1 ഏരിയ 2 ഏരിയ 1 ഇൻറ്റു A2 ഇൻറ്റു 2GH ഡിവൈഡ് ബൈ A1 A2. ഇത് പറയുന്നത് ഏരിയ 1 ഏരിയ 2 ഏതാ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോർമുല. നമ്മൾ പൈപ്പിൻ്റെ ഏരിയയും ത്രോട്ടിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചില്ലേ, ഒന്നാമത്തെയും രണ്ടാമത്തെയും. ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ആ ഏരിയ 1 ഏരിയ 2 ആണ്. പിന്നെ 2G 9.81 ആണ്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. H ഏതാണ്? ഈ ബാക്ക് സൈഡ് നമ്മൾ എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ H. ഈ H ആണ് അവിടെ വരുന്നത്. ഈ H അത് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലുള്ള H. അത് ഡിവൈഡ് ബൈ A1 ഏരിയ 1 സ്ക്വയർ മൈനസ് ഏരിയ 2 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ ഒരു വാല്യൂ കിട്ടും. അതിന് നേരെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുക കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ CD ആണ്. Q തിയററ്റിക്കൽ എന്ന ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയററ്റിക്കൽ. ഏതാ? ഈ ഫോർമുല കണ്ടുപിടിച്ച 4ാമത്തെ ഫോർമുല ഡിവൈഡ് ബൈ 5ാമത്തെ ഫോർമുല. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ Q തിയററ്റിക്കൽ കിട്ടും. ഇതിൻ്റെ വാല്യൂ വെഞ്ചുറി ആണെങ്കിൽ 0.9ഉം ഒറിഫൈസ് ആണെങ്കിൽ 0.6ഉം കിട്ടും ആൻസർ. ഇങ്ങനെ കിട്ടണം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതുപോലെ കിട്ടണം.